ഇന്ന് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്കിളെ എൻ്റെ അകത്ത് മൂന്ന് ഇങ്ങോട്ട് വന്നു 12 മണിക്ക് ഫുഡ് കഴിച്ചു. ഇതൊന്നും ഇല്ല ഗൈസ്, ഇല്ല ഗൈസ്. ഇതൊരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്, പക്ഷെ എല്ലാ സംഭവം ഇവിടെ അങ്ങനെയാണ്. എൻ്റെ വീട്ടിൽ 4 മണിക്ക് കോഴി കൂടും. ഇങ്ങനെ ചപ്പാത്തി വരത്തുന്ന പോലെ ഇങ്ങനെ 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 ആക്കുക. മോയ്സ്ചറൈസറൊക്കെ തീർന്നു. കുളിക്കുമ്പോൾ നമ്മൾ ഇത്ര ഫ്രഷ് ആകുന്നു എന്നതിനെക്കാട്ടിലും നമ്മുടെ മൂഡൊക്കെ ആവുന്നു, അതാണ്. അപ്പം നിങ്ങൾ എന്തെങ്കിലുമൊക്കെ കാര്യത്തിൽ മൂഡ് ഓഫ് അങ്ങനെ എന്തെങ്കിലുമൊക്കെ വിഷമിച്ചൊക്കെ ഇരിക്കുകയാണെങ്കിൽ നിങ്ങൾ പോയിട്ട് ജസ്റ്റ് ഒന്ന് കുളിച്ച് നോക്കുക, ഭയങ്കര റിലാക്സ് ആവും. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഞാനിത് ഇന്ന് കുളിച്ചത് കൊണ്ടല്ലേ ഞാനിത് പറയുന്നതെന്ന്. അല്ല, പുറത്ത് നല്ല മഴയാണ്. മഴയായിട്ട് കൂടി ഞാൻ എൻ്റെ മൂഡ് ഓക്കെ അല്ല എന്ന് തോന്നിയപ്പോൾ ഞാൻ പോയിട്ടൊന്ന് കുളിച്ചു. സോ സത്യമാണ്, നമ്മൾ കുളിക്കുമ്പോൾ നമ്മളെ മൂഡ് ഫുൾ ഓക്കെ ആവും, സത്യമാണ്. ഞാനപ്പോൾ 4 മണി ടൈമിനാണ് ഈ ഒരു വ്ളോഗ് സ്റ്റാർട്ട് ചെയ്യുന്നത്. കാരണം വേറൊന്നല്ല, ഞാൻ എടുത്തില്ല. നല്ല മഴ പെയ്ത് തോർന്ന്, ലൈറ്റൊക്കെ പോയി, വെട്ടമില്ല ഇവിടെ. ഐ ഫീൽ കോൾഡ് അല്ല, കുളിച്ച് കഴിഞ്ഞപ്പോൾ ഓക്കെ ഫീലിംഗ്. അപ്പം കുറേ പേരൊക്കെ ഇങ്ങനെ കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു, കുറച്ചും കൂടെ കണ്ടൻറ് ഉണ്ടെങ്കിൽ ഓക്കെയാണ്. എൻ്റെ ഡേ ഇൻ മൈ ലൈഫ് ഇതാണ്, എൻ്റെ ഡെയിലി വ്ളോഗ് അല്ലെങ്കിൽ എൻ്റെ വ്ളോഗ് ഇതാണ്. ഇതൊക്കെയാണുള്ളത്. അൺറിയലിസ്റ്റിക് ആയിട്ട് ഇതിൻ്റെ അകത്തൊന്നുമില്ല ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട്. എൻ്റെ ഡെയിലി കാര്യങ്ങളൊക്കെയാണ് എൻ്റെ വ്ളോഗ്. അല്ലാതെ പ്രോപ്പർ ഒരു വ്ളോഗറിനെ പോലെ ഞാൻ ഇന്ന് രാവിലെ 7:30 എഴുന്നേറ്റു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. പിന്നെ ഞാൻ അവിടെ നിന്ന് 10 മണിക്ക് അങ്ങോട്ട് പോയി, 11 മണിക്ക് ഇങ്ങോട്ട് വന്നു, 12 മണിക്ക് ഫുഡ് കഴിച്ചു. ഇതൊന്നും ഇല്ല ഗൈസ്, ഇല്ല. ഓക്കെ, നിങ്ങൾ ഫസ്റ്റ് വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യണം കേട്ടോ. സബ്സ്ക്രൈബ് ചെയ്തിട്ട് വേണം കാണാൻ വേണ്ടിയിട്ട്. അയ്യോ, 4 മണിക്കൊക്കെ കോഴി കൂവുന്നു. ഇവിടെ അങ്ങനെയാണ്, എൻ്റെ വീട്ടിൽ 4 മണിക്ക് കോഴി കൂടും ഗൈസ്. അപ്പം ഞാനിന്ന് ഇതാണ് ഇടുന്നത്, ഒരു ഗൈസ്. അപ്പം എൻ്റെ മോയ്സ്ചറൈസറൊക്കെ തീർന്നു. അപ്പോൾ ഇത് തുറന്നിട്ട് ഇതിൻ്റെ അകത്തുനിന്ന് എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു പരിപാടി നോക്കുകയാണ്. കിട്ടി. അപ്പം അത് ഞാനിങ്ങനെ മുഖത്ത് ഡാബ് കോഴി വിളിക്കുന്നു, ഡാബ് ചെയ്ത് കൊടുത്തു. നമ്മൾ എപ്പോഴും എന്തെങ്കിലും മോയ്സ്ചറൈസർ അങ്ങനത്തെ സാധനങ്ങൾ ഇടുമ്പോൾ ഇങ്ങനെ ഡാബ് ചെയ്ത് കൊടുക്കണം എന്ന് ഞാൻ എവിടെയോ കേട്ടിട്ടുണ്ട്. അപ്പം ഞാനങ്ങനെ ട്രൈ ചെയ്ത് നോക്കിയപ്പം കൊള്ളാം, ഇങ്ങനെ ആക്കുന്നത്. ഇങ്ങനെ ചപ്പാത്തി വരത്തുന്ന പോലെ ഇങ്ങനെ ആക്കുക. ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കാണിക്കണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഇതിൽ ഇനിയിപ്പം ഞാൻ എവിടെ ഗെറ്റ് റെഡി വിത്ത് മീ ഒക്കെ കാണിക്കാൻ. നമുക്ക് ഇങ്ങനെ അങ്ങ് പോവാം. എൻ്റെ മേശ നിങ്ങൾ ഇഗ്നോർ ചെയ്യുക. ഇതെൻ്റെ മേശയല്ല ആക്ച്വലി, ഇത് അപ്പുറത്തെ റൂമിലെ മേശയായിരുന്നു. അതിനെ എടുത്ത് ഇവിടെ ഡംപ് ചെയ്തിരിക്കുകയാണ്. ഇപ്പം എനിക്ക് അങ്ങോട്ട് തിരിയാനും ഇങ്ങോട്ട് തിരിയാനും സ്ഥലമില്ല. അതിൻ്റെ മണ്ടയിലാണെങ്കിൽ മൊത്തം മെസ്സാണ്. പിന്നെ അതൊക്കെ എൻ്റെ മെസ്സാണ് കേട്ടോ. ഓക്കെ, ബൈ. സംസാരിച്ച് നിൽക്കാൻ സമയമില്ല. ബൈ ഗൈസ്. ഓക്കെ, ലെറ്റ്സ് ഗോ. സ്ഥിരം പണി. മഴ
ഇത് അടിപൊളിയായിട്ട് കിടപ്പുണ്ട്. ഇവിടെ ഫുൾ ഒന്ന് മൂടി കിടക്കുന്ന ആംബിയൻസ്. ബൈ. ഞാൻ ആ കടയിൽ നിന്ന് കഴിഞ്ഞ ദിവസം ചായ മേടിച്ചപ്പം 3 ചായക്ക് പകരം അതിൻ്റെ അകത്ത് 2 ചായ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇന്ന് പോയപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു, അങ്കിളെ അതിൻ്റെ അകത്ത് 3 ചായക്ക് പകരം 2 ചായ ഉണ്ടായിരുന്നുള്ളൂ. അപ്പം ഇന്ന് 3 കുറഞ്ഞു പോയോ എന്ന് ചോദിച്ചിട്ട് 3 ചായ ഒഴിച്ചു. നോക്കാം. ഞാനപ്പം പുറത്തോട്ട് പോവുകയാണ്, കടയിലോട്ട്. സൂപ്പർ മാർക്കറ്റിലെത്തി. ഇവിടെ ഒരു സൂപ്പർ മാർക്കറ്റ് കണ്ടുപിടിച്ചിട്ടുണ്ട്. അപ്പം നമുക്ക് വേണ്ട സാധനങ്ങളുണ്ടോ നോക്കാം. ഓ ഉണ്ട് ഗൈസ്. സോപ്പാണ് വേണ്ടത്. തുണി കഴുകുന്ന സോപ്പ്. ഓ 64. സൺലൈറ്റ്. ഉജാല 35. സൺലൈറ്റ് 30, ഉജാല 35. ഉജാല 10 രൂപയുണ്ട് സോപ്പ്. ഡോക്ടർ വാഷ്. ഗൈസ്, ഇതൊരു ചെറിയ സൂപ്പർ മാർക്കറ്റാണ്, പക്ഷേ എല്ലാ സംഭവങ്ങളും ഉണ്ടെന്ന് തോന്നുന്നു. അത്യാവശ്യ സംഭവങ്ങളെല്ലാം ഇവിടെ ഉണ്ട്. കണ്ടുപിടിച്ചു ഗൈസ്. ഓ, ഞാൻ പറയുന്നത് കേൾക്കാൻ പറ്റില്ല എനിക്ക്.